അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത കാലം വരെ ഇപ്പോൾ കുറച്ച് നേരം ആ സമയത്ത് അങ്ങനെ അത്ര ഇല്ല. ഇപ്പോൾ ഈ റംലാൻ മാസമാണിത്. ഈ റംലാൻ മാസത്തിൽ ഈ പട്ടാമ്പിയിൽ നിന്ന് വടക്കോട്ട് പോകുന്ന ട്രെയിനുകൾ നമ്മളൊന്ന് നോക്കിയാൽ ധാരാളം പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ രാവിലെ കയറും. രാവിലത്തെ ഏറ്റവും ഞാൻ കോഴിക്കോടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ കോഴിക്കോട് ഞാൻ ഈ ട്രെയിനിന് പോകുമ്പോൾ രാവിലെ 7 മണിക്ക് പോകുന്ന ട്രെയിനിൽ പട്ടാമ്പി ഭാഗത്തുനിന്ന് ഒരു 10-25ഓളം ഉമ്മമാർ, വളരെ പാവപ്പെട്ട ഉമ്മമാർ കയറും. അവരുടെ ലക്ഷ്യം തിരൂർ, താനൂർ ഭാഗങ്ങളിലെ സമ്പന്നരായ മുസ്ലിം സമൂഹത്തിൻ്റെ അടുത്തേക്ക് സക്കാത്ത് മേടിക്കാൻ പോവുകയാണ്. സക്കാത്ത് അവർക്കൊരു ഈ റംലാൻ സമയത്ത് അവർ കൂടുതൽ കൊടുക്കുകയും. അപ്പോൾ രാവിലെ മറ്റേ ഈ സിമെൻറ്റിൻ്റെ ചാക്ക് പോലത്തെ ചെറിയ ചാക്കുകളൊക്കെ മടക്കി ഇങ്ങനെ കയ്യിലുണ്ടാവും. വൈകുന്നേരം വരുമ്പോൾ അതൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർ സക്കാത്ത് എടുത്തിട്ടാണ് കുടുംബം വളർത്തുന്നത്. അവർക്ക് മതം മാറാൻ തോന്നുന്നില്ലല്ലോ. അവർക്ക് ഈ സക്കാത്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പുറത്താരെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ മതം മാറില്ല. കാരണം അവർക്ക് മതം കുട്ടിക്കാലത്ത് അവരിൽ ഉറച്ചിട്ടുണ്ട്. ഹൈന്ദവ സമൂഹത്തിൽ ഇത് ഉറച്ചിട്ടില്ല. ആ മതം ഉറയ്ക്കാനുള്ളൊരു സാഹചര്യമോ അല്ലെങ്കിൽ അതൊരു സ്വാഭിമാനമായോ വന്നിട്ടില്ല. അൽഹംദുലില്ലാ, ഓരോ ദിനവും കഴിയുന്തോറും ശശികല ടീച്ചറുള്ള ബഹുമാനം, ആദരവ് എനിക്ക് കൂടിക്കൂടി വരികയാണ്. ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഒരു ഇസ്ലാമിക പ്രഭാഷകൻ അവരോട് ഇസ്ലാമിൻ്റെ വൈവിധ്യം, ഇസ്ലാമിൻ്റെ മഹത്വം പറയുന്നതിനേക്കാൾ എത്രയോ ഹൃദയഭേദകമായി ചുരുങ്ങിയ ഒരു 56 സെക്കൻഡ് കൊണ്ട് ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ മഹത്വം എന്താണെന്നും അത് നെഞ്ചേറ്റിയ മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് അത് സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇതിനേക്കാൾ സിമ്പിളായിട്ട് ആർക്ക് പറഞ്ഞു തരാൻ കഴിയും? ശശികല ടീച്ചറെ, നിങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപഹാരം തരണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇങ്ങനെ വേണം, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കേട്ടിരിക്കാൻ തന്നെ എന്ത് രസമാണ്. ശശികല ടീച്ചർ ഈ പറഞ്ഞതിൻ്റെ ഉത്സാഹം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബാല്യകാലം മുതൽ അവരെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എവിടുന്ന്? നമ്മുടേതല്ലാത്ത വേദികളിൽ, അവർക്ക് കിട്ടുന്ന വേദികളിലൊക്കെ മദ്രസയിൽ നിന്നാണ് തീവ്രവാദ റിക്രൂട്ട്മെൻറ്റ് എന്നൊക്കെ അവർ പറയുമ്പോഴും, മദ്രസയിൽ ഭീകരവാദം തീവ്രവാദമൊക്കെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ശശികല ടീച്ചർ ഈ ഒരു ഭാഷണത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? മദ്രസയിൽ നിന്ന് ചെറിയ പ്രായത്തിൽ തന്നെ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് ആ വിശ്വാസം? ഖാലിക്കായ, നമ്മൾ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ നമുക്ക് ധനനഷ്ടം, മാനഹാനി, ജീവഹാനിയൊക്കെ വരുത്തും. അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളും തരുമ്പോഴും നിർലോഭം മതം മാറുകയോ ആത്മഹത്യയിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് അതിജീവിക്കാൻ, ക്ഷമയോടുകൂടി അതിനെ അതിജീവിക്കാൻ നമ്മൾ പ്രാപ്തരാകണം. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഒരു മുസൽമാൻ 300 രൂപ തരുന്നു, അപ്പുറത്ത് ഇസ്ലാമിതര സമൂഹത്തിൽപ്പെട്ട സഹോദരൻ 5000 തരുമ്പോൾ അങ്ങനെ കണ്ട് മതം മാറാൻ പാടില്ല. അങ്ങനെ വിശ്വാസം കൈയൊഴിയേണ്ടവരല്ല. കാരണം നമുക്ക് ഈ പ്രയാസങ്ങളൊക്കെ പടച്ച തമ്പുരാനാണ് തരുന്നത്. ഇതിനെ അതിജീവിക്കുമ്പോഴും ക്ഷമിക്കുമ്പോഴും പ്രയാസത്തിൻ്റെ തോതനുസരിച്ച് പ്രതിഫലം തരുമെന്ന് ബാല്യകാലത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് ശശികല ടീച്ചർ പറയാതെ പറഞ്ഞു. ഇത്രയും നല്ലൊരു പ്രഭാഷണം ഈ ലോകത്ത് എവിടെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക? ഇനി ശശികല ടീച്ചറിൻ്റെ വിലാപം, ആ വിലാപത്തിന് കൂടി മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ടീച്ചർ പറഞ്ഞല്ലോ, ഹൈന്ദവ സഹോദരങ്ങൾ അവർക്ക് ഇത്തരത്തിലുള്ള വിശ്വാസം, നിർലോഭം ചെറിയ കാര്യങ്ങൾക്ക് വരെ മതം മാറി പോകും എന്ന ആശങ്ക പറയുമ്പോഴും അവർക്ക് ആ മതത്തെക്കുറിച്ച്, സനാതന ധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയാത്തതിൻ്റെ വേവലാതി അങ്ങ് പറയുമ്പോഴും ശശികല ടീച്ചറെ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, എന്തെങ്കിലും എൻ്റെ പ്രശ്നം കേൾക്കാൻ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ മലയാളം ഇസ്ലാമിക് സ്പീച്ച് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അയൽവാസിയോടുള്ള കടമ, മാതാപിതാക്കളോടുള്ള കടമ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ, അയൽവക്ക ബന്ധം നിലനിർത്തിയാലുള്ള ഗുണങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരു മുസൽമാൻ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ജനനം മുതൽ മരണം വരെ അവൻ പാലിച്ചിരിക്കേണ്ട കൾച്ചർ, സാമൂഹ്യപരമായി, അതുപോലെ തന്നെ കുടുംബത്തിൽ, അവൻ്റെ കൂട്ടുകാരിലൊക്കെ അവൻ പാലിക്കേണ്ട അത്തരം കൾച്ചറുകളെക്കുറിച്ചാണ് പ്രഭാഷണം ഉണ്ടാകും. 99% പ്രഭാഷണം അതായിരിക്കും. എന്നാൽ ഞാൻ ശശികല ടീച്ചറിന് ആ ബഹുമാനം നിലനിർത്തി തന്നെ പറയാണ്, ശശികല ടീച്ചർ സ്പീച്ച് എന്ന് അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇന്ന് നിലവിൽ ഹൈന്ദവ സംഘടനയുടെ മുഖമായി നിൽക്കുന്ന പ്രതിഭകളുണ്ടല്ലോ, അവരുടെ പ്രസംഗം ഞാനിന്ന് യൂട്യൂബിൽ ഇങ്ങനെ അടിക്കുകയാണ്. എന്തായിരിക്കും വരിക? ഒരു വേള ചിന്തിക്കാൻ വേണ്ടി എന്തായിരിക്കും വരിക? ചിന്തിക്കാൻ വേണ്ടി ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കണം, മലയാളം ഇസ്ലാമിക് സ്പീച്ച് എന്ന്. മലയാളം ഇസ്ലാമിക് സ്പീച്ച്. ഒന്നാമത് കിടക്കുന്ന പ്രഭാഷണം നോക്കിയതേ, നൗഷാദ് ബാക്കവി. മനുഷ്യൻ്റെ സംസാരത്തിൽ വെച്ച് ഏറ്റവും സുഗന്ധമുള്ള സംസാരം, അഥവാ മനുഷ്യരോട് പറയുന്ന വാക്കിൽ ഏറ്റവും മഹത്തരമായ വാക്ക്. അങ്ങനെ തുടങ്ങി അടുത്ത് നോക്കിയേ,
അഹങ്കാരത്തിൻ്റെ അടയാളങ്ങൾ, അഹങ്കരിക്കാൻ പാടില്ല, അഹങ്കാരത്തിൻ്റെ അടയാളങ്ങൾ. നന്മയുള്ള ജീവിതം, അങ്ങനെ തുടങ്ങി ഒരുപാട് കൾച്ചറുകളെക്കുറിച്ച്, മനുഷ്യൻ്റെ ജീവിത കൾച്ചറുകളെക്കുറിച്ച് പറയുന്ന പ്രഭാഷകരായിരിക്കും. ഇനി ഞാൻ ശശികല ടീച്ചറിൻ്റെ പ്രശ്നം കാണിച്ചു കൊടുക്കാൻ പോകണം. ശശി ഫസ്റ്റിലെ വരുന്നത് എന്താ? മദർ തെരേസ മതം മാറ്റിക്കാൻ വന്ന കാട്ടുകള്ളി. ശശികല ടീച്ചറിൻ്റെ ഒന്നാമത്തെ പ്രസംഗമാണ് മദർ തെരേസ മതം മാറ്റാൻ വന്ന കാട്ടുകള്ളി. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി വേടൻ്റെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നു. ഹിന്ദു ഉണർവോടെ മുന്നോട്ട് ശശികല ടീച്ചർ. മതം മാറ്റാൻ കാശുള്ളവർക്ക് സംവരണം എന്തിന്? ശശികല ടീച്ചർ വരുന്നു. ഇനി കേരളം വിറക്കും. ഇങ്ങനെ ഈ വിറപ്പിക്കലും തറപ്പിക്കലും അല്ലാതെ മനുഷ്യർക്ക് അനുഗുണമായ എന്ത് തരത്തിലുള്ള ആശയങ്ങളാണ് പങ്കുവെക്കുന്നത്? നിങ്ങൾ മനോഹരമായി നിങ്ങളുടെ ആശയങ്ങൾ സമൂഹത്തോട് പറയാത്ത പക്ഷം നിങ്ങൾക്ക് നിശബ്ദരാക്കാൻ കഴിയും. ഇപ്പം എന്നെ തന്നെ ഈ സമീപകാലത്തായിട്ട് ഏകപക്ഷമായി വേട്ടയാടി എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളെ എന്തെങ്കിലും ഉപദ്രവിച്ചതുകൊണ്ടൊന്നുമല്ല. നമ്മൾ ഈ പങ്കുവെക്കുന്ന ആശയങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ സഹോദര സമുദായത്തിൽപ്പെട്ട ധാരാളം പേര് വന്ന് കുന്നുകൂടുന്നു. ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നു. BJPയുടെ പ്രവർത്തകരടക്കം വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ആ പറയുന്ന ആശയം ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നു. അതോടുള്ള ദേഷ്യമല്ല. ഇപ്പം ഞാൻ ഹൈന്ദവ സഹോദരങ്ങളെ സഹായിച്ചു എന്ന് കണ്ടപ്പം അതും പ്രശ്നമായി. അതും പറഞ്ഞു എന്താ മതം മാറ്റാനും മതം അങ്ങനെ മാറുന്ന സാധനമല്ലത്. ഞാൻ ശശികല ടീച്ചറിന് 1 കോടി രൂപ തരുമെന്ന് വിചാരിക്കുക. ശശികല ടീച്ചറിന് പണത്തിന് ആവശ്യമുണ്ട്. ശശികല ടീച്ചർ മനസ്സുകൊണ്ട് മതം മാറിയിട്ടില്ല. ഞാൻ തന്ന പണത്തിൻ്റെ പേരിൽ മതം മാറുകയാണെങ്കിൽ എന്ത് കാര്യം? ഇസ്ലാമിന് ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ് വേണ്ടത്, ആ മനുഷ്യൻ്റെ ശരീരമല്ല, മനസ്സാണ്. വിശ്വാസം ഹൃദയത്തിലാണ്. അതുകൊണ്ട് ടീച്ചറെ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിക്കുക. വിദ്വേഷം വെറുപ്പൊക്കെ മാറ്റുക. നിങ്ങളുടെ കയ്യൊക്കും അധികാരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാലത്തും വിജയിക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ട. വേറെ ഒന്നും കൊണ്ടല്ല. കോഴിക്കോട് ടൗൺ ഹാളിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് കൂടുമ്പോൾ അതിൻ്റെ ഭിത്തിയിലേക്ക് ഇങ്ങനെ നോക്കുക. 100 കണക്കിന് കഴിഞ്ഞുപോയ ഭൂതകാലത്തിൽ കഴിഞ്ഞുപോയ സ്വാത്വികരായ മഹാരഥന്മാരായ ആളുകളൊക്കെ ഭിത്തിയിൽ തൂങ്ങിക്കിടപ്പുണ്ട്. എല്ലാവരും മാറടി മണ്ണി പോകുമെന്നേ. ഈ അധികാരികളെല്ലാം പോകും, ഞാൻ നിങ്ങളും പോകും. പിന്നെ എന്താ വേണ്ടത്? ഇവിടെ നിന്ന് പോകുമ്പം എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു എന്ന് പിന്നീട് വരുന്ന സമൂഹത്തിന് പറയാൻ പറ്റുന്ന തോതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഈ ചെറിയ പണി പാളിയേ പാളിയേ പണി പാളിയേ, ടീച്ചറെ പണി പാളിയേ പാളിയേ പണി പാളിയേ. എന്തെല്ലാം സ്വപ്നങ്ങളും എന്തെല്ലാം മോഹങ്ങളുമായിട്ടാണ് ശശികല ടീച്ചർ വരുന്നത്. ഒരൊറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം അസ്തമിച്ച് പോകണല്ലേ. ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലേ? മലപ്പുറത്ത് ഇടമണ്ണക്കടുത്ത് കൊളപ്പാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രഭാത കീർത്തനത്തെ ചൂണ്ടി UDFകാരെന്ന ലേബിളിൽ ചിലർ മുദ്രാവാക്യം വിളിക്കുന്നു. ഈ അമ്പലത്തിൽ രാവിലെ വെക്കുന്ന പാട്ട് അതിൻ്റെ ശബ്ദം കുറക്കണം, നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് UDFകാരെന്ന ലേബിളിൽ, UDFകാരെന്നല്ല പറഞ്ഞ്, അത് മലപ്പുറം ജില്ല ആയതുകൊണ്ട് UDFകാരെന്ന ലേബിളിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ആരെയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക വിഭാഗം അവരുടെ പാട്ട് നിർത്തിക്കാൻ നോക്കിയെന്നുള്ളതാണ് സംഭവം. ഈ ന്യൂസ് 18 പോയി അവിടെ നിന്ന് അന്വേഷിച്ച് എന്താണ് സംഗതി എന്ന്. അപ്പോഴല്ലേ കാര്യം പുറത്തു വരുന്നത്. മലപ്പുറത്ത് ക്ഷേത്രത്തിൽ പാട്ട് വെക്കുന്നതിനെതിരെ UDF എന്ന തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ മലപ്പുറം എടവണ്ണ കൊളപ്പാട് വിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയും പ്രദേശത്തെ UDF നേതൃത്വവും രംഗത്ത്. UDF നേതൃത്വം മാത്രമല്ല, അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയും കൂടെ അവരുടെ പേരിലാണല്ലോ വ്യാജം. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട എല്ലാ സമുദായങ്ങളും അന്യോന്യം പരസ്പരം പാരസ്പര്യത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന മലപ്പുറത്തൊരു ക്ഷേത്രത്തിൽ മലപ്പുറം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഹൈപ്പ് കിട്ടും. അങ്ങനെ ടീച്ചറൊക്കെ ഇങ്ങനെ അടിച്ചങ്ങോട്ട് തമർത്ത് എല്ലാ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും വെച്ച് കീച്ചു കൊടുത്ത് അവസാനം ഇത് ആരെ ഈ പരാതി കൊടുത്തതെന്നല്ലേ? അതാണ് രസം. പരാതി കൊടുത്ത ആളെ കാണുമ്പോഴാണ് രസം. പരാതിക്കാരൻ എന്താന്ന് വെച്ചാല് കുറെ കാലങ്ങളായിട്ട് അമിതമായിട്ട് ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ട് ഞങ്ങളിവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. അത് ക്ഷേത്ര സമിതി മുഴുവൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇതേപോലെ പല സമയത്തും അവരോട് നേരിട്ട് പറഞ്ഞു. എടവണ്ണ പോലീസ് DGP വരെയുള്ള ഓഫീസേഴ്സിന് പരാതി കൊടുത്തു. അപ്പൊ പരാതി കൊടുക്കുമ്പം ഇവര് കണ്ടമാനം പരാതി കൊടുത്ത് ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവരുടെ ടോൺ വരുന്നത്. അവസാനം ഇപ്പം RDOയുടെ അടുത്ത് പരാതി കൊടുത്തതിന്റെ ഫലമായിട്ട് തഹസിൽദാർ അടുത്തുനിന്ന് 50 ഡെസിബെല്ലിന്റെ താഴത്തെ വെക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഇവര്
ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവർ 50 ഡെസിബൽ ക്രമീകരിച്ചത് ആംപ്ലിഫയറിന്റെ മുകളിൽ സെല്ലോ ടൈപ്പ് ഒട്ടിച്ച് പകുതി വോളിയം കൺട്രോൾ ചെയ്തിട്ടാണ് വീഡിയോ കാണിച്ചു കൊടുത്തത്. യഥാർത്ഥത്തിൽ 50 ഡെസിബൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ശബ്ദമാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ രീതിയിൽ ക്രമീകരിക്കുന്നതിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് പല രീതിയിൽ സുഖമില്ലാത്ത അച്ഛനും അമ്മയും അതേപോലെ ചെറിയ കുട്ടികളുള്ള വീടാണ്. അപ്പൊ ഇത്രയും 10-20 മീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഈ ബോക്സ് നമുക്ക് ശല്യമാണെന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതില് പാട്ട് വെക്കുന്നതിന് ഞങ്ങൾ എതിരല്ല, ഞങ്ങൾ വിശ്വാസമുള്ളവരാണ്, ക്ഷേത്രാചാരങ്ങളെ ഞങ്ങൾ അനുവർത്തിക്കുന്നവരാണെന്നൊക്കെ ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നുണ്ട്. ഒറ്റ കാര്യം മാത്രം ടീച്ചർ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആയിരക്കണക്കിന് പള്ളികളിലെ ബാങ്കുമായി ബന്ധപ്പെട്ട് പല ഇടത്തും പരാതി പോയി. ഇന്നേ വരെ ഒരു മുസൽമാൻ ക്ഷേത്രത്തിലെ പാട്ടുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഇത് നിർത്തലാക്കണം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു പരാതി, അരപ്പരാതി കൊടുക്കത്തില്ല. കാരണം ഇതെല്ലാം ചേരുന്ന ഈ ബഹസ്വര സമൂഹത്തിൽ ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ നാടിൻ്റെ ഗ്രഹാതുരത്വം എന്ന് മനസ്സിലാക്കുന്നവരെ ഞങ്ങളെവിടെയും പരാതി പറയാൻ പോകില്ല. ഇതിനു മുമ്പ് ഒരുത്തൻ്റെ മൂക്കിടിച്ച് പരത്തിയായിരുന്നു, എൻ്റെ കിടപ്പുണ്ട വീഡിയോ. ഇതുപോലെ ശബ്ദം കുറക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മൂക്കിടിച്ച് പരത്തി എൻ്റെ മൂക്കിൽ നിന്ന് ചോരയൊക്കെ വരുന്നത്, അവൻ ലൈവ് ഇട്ട വീഡിയോ എൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട്. അഹാന കൃഷ്ണ ഇത് തന്നെയല്ലേ പറഞ്ഞത്, കൃഷ്ണകുമാറിനെ BJP നേതാവ് കൃഷ്ണ. എന്നിട്ട് UDF എന്ന ലേബിളിൽ ഈ മലപ്പുറത്ത് UDF എന്ന ലേബിളിൽ ടീച്ചറെ പണി പാളിയേ പാളിയേ പണി പാളിയേ ടീച്ചറെ പണി പാളിയേ പാളിയേ. ഞാൻ അടുത്ത നെക്സ്റ്റ് പരിപാടിയായിട്ട് വാ നോക്കാം.